ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ഒന്നാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ആനുവൽ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്താലോ. ആക്ടിവിറ്റി 1, ലിസൺ ആൻഡ് ഡ്രോ. ലിസൺ ടു യുവർ ടീച്ചേഴ്സ് ആൻഡ് ഡു അക്കോർഡിംഗ്ലി. ഇവിടെ ടീച്ചർ പറയുന്നത് കേട്ട് അതനുസരിച്ച് നമുക്കിവിടെ ചെയ്യാവുന്നതാണ്. ഇവിടെ ഒരു ചിത്രം കണ്ടോ? അപ്പോൾ ഇവിടെ ആരൊക്കെയാ ഉള്ളത്? സിയ ഉണ്ട്, റോബോട്ട് വീൽ ചെയറായി മാറിയിട്ട് പോയിരിക്കണതാണ് അതിലല്ലേ. അപ്പോൾ സിയ യാത്ര പറഞ്ഞ് ബൈ ബൈ പറഞ്ഞ് പോകണമെന്നൊരു ചിത്രമുണ്ട്. പിന്നെ ഒരു പോണ്ട് ഉണ്ട്, ഒരു ട്രീ ഉണ്ട്. ടീച്ചർ പറയണത് ആ ബോയുടെ തലയിലിരിക്കുന്ന ആ ക്യാപ്പിന് വയലറ്റ് നിറം കൊടുക്കാനാണ്, വയലറ്റ് കളർ കൊടുക്കാനാണ്. അപ്പോൾ കൂട്ടുകാരെ, ആ തൊപ്പിക്ക് എന്ത് കളർ കൊടുക്കണം? വയലറ്റ് കളർ കൊടുക്കണം. അടുത്തത് ഈ കാണുന്ന ട്രീക്ക് അതിനനുയോജ്യമായ കളർ കൊടുക്കണം. ഈ ട്രീക്ക് അടിയിലായിട്ട് നമ്മളൊരു ബൈസിക്കിൾ വരയ്ക്കണം. ഇനി ആകാശത്ത് പറക്കുന്ന 2 പക്ഷികളുടെ ചിത്രം വരയ്ക്കാം. ഇനി അടുത്തത് ആ കാണുന്ന പോണ്ടിൽ ഒരു ഫിഷിൻ്റെ ചിത്രം വരയ്ക്കാനാണ് പറയുന്നത്. ഇങ്ങനെ 5 കാര്യങ്ങളാണ് ഈ ആക്ടിവിറ്റിയിൽ ചെയ്യാൻ പറയുന്നത്. ആക്ടിവിറ്റി 2, മം ആൻഡ് ദ ബോയ് കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ. അപ്പോൾ വീൽ ചെയറായിട്ട് മാറിയ റോബോട്ടിനും കൊണ്ടിട്ട് നമ്മുടെ ബോയ് വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ ഇത് കണ്ട ബോയുടെ അമ്മ ബോയോട് ചോദിച്ചു, വാട്ട് ഈസ് ദിസ് ഡിയർ? എന്താണിത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ബോയ് എന്താവും അമ്മോട് പറഞ്ഞിട്ടുണ്ടാവുക? ഇത് ഒരു വീൽ ചെയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ എന്താ ഇങ്ങനെ എഴുതാം? ദിസ് ഈസ് എ വീൽ ചെയർ. എഴുതിയേ ദിസ് ഈസ് എ വീൽ ചെയർ എന്നാവും കുട്ടി പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ അമ്മ ചോദിച്ചു, ഹൂ ഗേവ് യു ദിസ്? ഇത് ആരാണ് നിനക്ക് തന്നേന്ന് ചോദിച്ചു. അപ്പോൾ കുട്ടി എന്ത് പറഞ്ഞിട്ടുണ്ടാവും? ആരാ കുട്ടിക്ക് ഈ വീൽ ചെയർ കൊടുത്തത്? സിയ ആണല്ലേ. അപ്പോൾ കുട്ടി എന്ത് പറഞ്ഞിട്ടുണ്ടാവും? സിയ ഗേവ് ദിസ്. ഓക്കെ. അടുത്തത് ആക്ടിവിറ്റി 3, ദ ബോയ്സ് ഗിഫ്റ്റ്. ബോയ്സ് ഗിഫ്റ്റ് ആണ്. കളർ ആൻഡ് ഡിസ്ക്രൈബ് ദ ഡോൾ. അപ്പം ആദ്യം നമുക്ക് ഈ ഡോളിനെ കളർ ചെയ്യണം, എന്നിട്ട് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യണം. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? വളരെ സിമ്പിളായിട്ടുള്ള സെൻറ്റൻസ് നമുക്കിവിടെ എഴുതാം. എന്തൊക്കെ എഴുതാം? ദിസ് ഈസ് എ ഡോൾ, ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ ഡോൾ, ഇറ്റ് ഈസ് എ സ്മോൾ ഡോൾ, ഇറ്റ് ഈസ് എ കളർഫുൾ ഡോൾ, ഐ ലൈക്ക് ദ ഡോൾ. ഓക്കെ, വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ഈ ഡിസ്ക്രൈബ് ചെയ്യുന്നത് കേട്ടോ. ഇനി അടുത്തത് ആക്ടിവിറ്റി 4, സിയാസ് ഡയറി. സിയയുടെ ഡയറിയാണ്. ഹിയർ ഈസ് ദ ഡയറി ഓഫ് സിയ, റീഡ് ഹെർ ഡയറി. അപ്പോൾ സിയയുടെ ഡയറി നമുക്ക് വായിക്കാം, അവളുടെ ഡയറി വായിക്കാം. ഐ ആം വെരി ഹാപ്പി ടുഡേ. ഇന്ന് ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു, വളരെ സന്തോഷവതിയായിരുന്നു. ഐ ഗോട്ട് എ ഡോൾ. എനിക്കൊരു ഡോള് കിട്ടി. ദ ബോയ്സ് മദർ ഗേവ് മീ ദ ഡോൾ. ബോയുടെ അമ്മയാണ് എനിക്ക് എന്ത് തന്നത്? ഡോള് തന്നത്, പാവ തന്നത്. ഐ ക്യാൻ സിങ് ആൻഡ് ഡാൻസ്. ആ ഡോള് പാട്ട് പാടാനും ഡാൻസ് കളിക്കാനും കഴിയും. ഐ ലൈക്ക് ദ ഡോൾ. എനിക്ക് ഡോള് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ഇതാണ് നമ്മുടെ സിയയുടെ ഡയറി. ഇപ്പം ഇതിൽ പറയണത് എന്താണ്? ഗിവ് ടിക്ക് മാർക്ക് ടു ദ കറക്റ്റ് വൺ ആൻഡ് ക്രോസ് മാർക്ക് ദ ഇൻകറക്റ്റ് വൺ. ശരിയായിട്ടുള്ളതിന് ടിക്ക് മാർക്കും തെറ്റായിട്ടുള്ളതിന് ക്രോസ് മാർക്കും ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് വൺ, സിയ ഈസ് ഹാപ്പി. സിയ ഹാപ്പിയാണ്. ശരിയാണോ തെറ്റാണോ? സിയയുടെ ഡയറിയിൽ അത് എഴുതിയിട്ടുണ്ട്, അപ്പോൾ അതിനെ ടിക്ക് മാർക്ക് ചെയ്യാം. അടുത്തത് സിയ ലൈക്ക് ദ ഡോൾ. സിയയ്ക്ക് ആ ഡോള് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന്. ശരിയല്ലേ? സിയ എഴുതിയിട്ടുണ്ട് എന്ത്? ഐ ലൈക്ക് ദ ഡോൾ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? അത് ടിക്ക് ഇടാം. ഇനി ദ ബോയ് ഗോട്ട് എ ഡോൾ. ആ ബോയ്ക്ക് ഒരു ഡോള് കിട്ടിയെന്ന്. അങ്ങനെയാണോ? അല്ല, ബോയ്ക്കല്ല കിട്ടിയത്. ആർക്കാണ് കിട്ടിയത്? സിയക്കാണ് കിട്ടിയത്. ദ ബോയ് ഗോട്ട് എ ഡോൾ എന്ന് പറഞ്ഞത് തെറ്റാണ്. അപ്പം നമുക്ക് ക്രോസ് മാർക്ക് ഇടാം. ദ ഡോൾ ക്യാൻ സിങ് ആൻഡ് ഡാൻസ്. ഈ ഡോളിന് പാട്ട് പാടാനും ഡാൻസ് കളിക്കാനും കഴിയുമെന്ന്. ശരിയല്ലേ? അപ്പം നമുക്ക് അതിനെ എന്ത് ചെയ്യാം? ടിക്ക് ചെയ്യാം. സിയാസ് മദർ ഗേവ് ദ ഡോൾ. സിയയുടെ മദർ സിയയ്ക്ക് ഡോള് കൊടുത്തു എന്ന്. ആണോ? സിയയുടെ മദറാണോ സിയയ്ക്ക് ഡോൾ? അല്ല, സിയയ്ക്ക് ഡോള് കൊടുത്തത് ബോയുടെ മദറാണ് അല്ലേ. അപ്പം ഈ പറഞ്ഞത് സിയാസ് മദർ ഗേവ് ദ ഡോൾ എന്ന് പറഞ്ഞത് ക്രോസ് മാർക്ക് ഇടാം. അടുത്തത് ആക്ടിവിറ്റി 5, ഡോൾ സോങ്. അപ്പോൾ ഡോളിൻ്റെ ഒരു സോങ് നമുക്ക് നോക്കാം. കംപ്ലീറ്റ് ദ ലൈൻസ് ഓഫ് ദ സോങ്. ഈ സോങ് കംപ്ലീറ്റ് ചെയ്യാൻ. അപ്പോൾ ആദ്യത്തെ ഡോളിൻ്റെ ചിത്രം തന്നിട്ടുണ്ട്. എന്നിട്ട് എന്താണ് പറയുന്നത്? ഐ ആം എ ഡോൾ, സ്മാർട്ട് ആൻഡ് ക്യൂട്ട്, ഐ ലൈക്ക് ടു ഡാൻസ്, ടിപ്പ് ടാപ്പ് ടോപ്പ്, ടിപ്പ് ടാപ്പ് ടോപ്പ്. എന്താണ്? ഞാനൊരു ഡോളാണ്, ഞാൻ സ്മാർട്ടും അതുപോലെ തന്നെ ക്യൂട്ടുമാണ്, എനിക്ക് ഡാൻസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ടിപ്പ് ടാപ്പ് ടോപ്പ്, ടിപ്പ് ടാപ്പ് ടോപ്പ് എന്നാണ് ആ ഡാൻസ് ചെയ്യുന്നതിൻ്റെ ശബ്ദം.
അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള വരികൾ തന്നിട്ടുണ്ട്. ഒരു കുട്ടി എന്ത് ചെയ്യാണ്? പെൺകുട്ടി പാട്ട് പാടാണ്, മൈക്ക പിടിച്ചിട്ട് നിൽക്കുന്നതാണ് അല്ലേ കാണിക്കുന്നത്. അപ്പം നമുക്ക് എന്ത് എഴുതാം? അവിടെ തന്നിരിക്കുകയാണ് ഐ ആം എ ഗേൾ സ്മാർട്ട് ആൻഡ് ക്യൂട്ട്. അപ്പം ഇനി എന്ത് എഴുതും? ഇതേപോലെ തന്നെ നമുക്ക് എഴുതാം. അവിടെ ഡോള് ഡാൻസ് കളിക്കുകയാണ്, ഇവിടെ പെൺകുട്ടി എന്ത് ചെയ്യാണ്? ഇവിടെ പെൺകുട്ടി പാട്ട് പാടുകയാണ്. അപ്പം നമുക്ക് എന്ത് എഴുതാം? ഐ ലൈക്ക് ടു സിങ് എന്ന് എഴുതാം. ഡാൻസിന് പകരം എന്ത് എഴുതാം? സിങ് എന്ന് എഴുതാം. പിന്നെ എങ്ങനെയാണ് ആ കുട്ടി പാട്ട് പാടുന്നത്? ആ ശബ്ദം അവിടെ തന്നിട്ടുണ്ടല്ലോ. അപ്പം എങ്ങനെയാ? ലാ ലാ ലാ. അപ്പം ഇനി എന്ത് എഴുതും? വീണ്ടും അത് തന്നെ റിപ്പീറ്റ് ആയിട്ട് എഴുതാം നമുക്ക്. ലാ ലാ ലാ. അപ്പം അത് തന്നെ എഴുതാം. അപ്പം അവിടെ ആകെ കൂടി നമുക്ക് അതിൽ മാറ്റേണ്ടത് എന്താണ്? ആ ഡാൻസ് എന്നുള്ളിടത്ത് സിങ് എന്നാക്കുക. പിന്നെ ഈ ലാ 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 എന്നുള്ളത് വീണ്ടും എടുത്ത് അതേപോലെ ലാ 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 എന്ന് എഴുതുക. ആഡ് ലൈൻ, പുതിയ ലൈൻ ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. അപ്പം ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാം. ബൈ.